കൂലി തർക്കത്തെ തുടർന്ന് തോപ്പുംപടി ഫിഷറീസ് ഹാർബറിൽ വീണ്ടും സംഘർഷാവസ്ഥ. CPLU CITU നേതൃത്വത്തിലുള്ള തൊഴിലാളികൾ മീൻ ഇറക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് ബോട്ട് കെട്ടിയിട്ട് ബോട്ട് ഉടമകൾക്കും തൊഴിലാളികൾക്കും മടങ്ങേണ്ടി വന്നു. കൂലി വിഷയത്തിൽ ധാരണയായിട്ടും വീണ്ടും തർക്കമുയർത്തി തദ്ദേശീയ തൊഴിലാളികളുടെ തൊഴിൽ നിഷേധിച്ച് അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് അവസരമൊരുക്കുന്ന CITU നിലപാടിനെതിരെ പേഴ്സീൻ ബോട്ടുകൾ പ്രവർത്തനം നിർത്തി ഹാർബർ അടച്ച് സമരത്തിലേക്ക് നീങ്ങുമെന്ന് കേരള പേഴ്സീൻ മത്സ്യത്തൊഴിലാളി യൂണിയന്റെ മുന്നറിയിപ്പ്. തോപ്പുംപടി ഫിഷറീസ് ഹാർബറിൽ കൂലിത്തർക്കത്തെ തുടർന്ന് വീണ്ടും സംഘർഷാവസ്ഥ. മീനിറക്കാനുള്ള കൂലിത്തർക്കത്തെ തുടർന്ന് ഹാർബറിലെ പേഴ്സിൻ ബോട്ടുകളിൽ നിന്നുള്ള മീനിറക്കാൻ CITU CPLU നേതൃത്വത്തിലുള്ള തൊഴിലാളികൾ തയ്യാറായില്ല. ബോട്ടുകൾ കെട്ടിയിട്ട നിലയിൽ ഉടമകൾക്കും തൊഴിലാളികൾക്കും ഹാർബർ വിട്ട് മടങ്ങേണ്ടി വന്നു. ഒരു മാസത്തിലധികമായി 45 ദിവസത്തിന് മേലെ അവർക്ക് കൂലി കൊടുക്കുന്നില്ല, നിലവിലുള്ള കൂലി കൊടുക്കുന്നില്ല. ഇപ്പോൾ ബോട്ട് ഓണേഴ്സ് പറയുന്നത് 2% കൊടുക്കുന്നത്, അത് കൊടുക്കാൻ പറ്റില്ല. പണ്ട് ഇതുപോലെ തർക്കം വന്നപ്പോൾ 3% ഉണ്ടായത് 2% ആക്കി. അപ്പോൾ തൊഴിലാളികൾ പ്രശ്നം ഉണ്ടാക്കിയില്ല. 2016, 11 അതിനുശേഷം 14 വർഷമായിട്ട് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് 2%. ഇപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇവർ പറയുകയാണ്, ഞങ്ങൾ 2% തരാൻ തയ്യാറല്ല, ഞങ്ങൾ നാളെ മുതൽ ഇതിന് ചിലവൊക്കെ കഴിഞ്ഞ് കാശ് തരും. ഇതാണ് ഇവരത് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു, നിങ്ങൾ ലേബർ ഓഫീസിൽ പോയിക്കോ, ലേബർ കോടതിയിൽ പോയിക്കോ, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോകാം. അവർക്ക് ഒരു കേസ് ഇവർ കൊടുത്തിട്ടുണ്ട്, അവർ വിധി വരട്ടെ. അത് ഇവർ തയ്യാറല്ല. ആളായാലും പെരുന്നാ ഫണ്ട് കാര്യങ്ങൾ, കുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ആനുകൂല്യവുമില്ല. ഈ 2% നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 2% 2 മാസത്തേക്കാണ്. 2 മാസത്തെ പണി, അല്ലെങ്കിൽ ഏറ്റവും 3 മാസം പെർസിൻ ബോട്ടിലെ പണി. ഇതുകൊണ്ട് ഇപ്പോൾ മുതലാളിമാർ കോടികൾ ഉണ്ടാക്കും. പക്ഷെ ഞങ്ങൾ തൊഴിലാളികൾക്ക് കിട്ടുന്ന ഈ 2% കൊണ്ടുപോവാണ് നമ്മൾ ഒരു വർഷം ജീവിക്കാൻ തന്നെ. ഇതേ തുടർന്ന് കടലിൽ മത്സ്യബന്ധനത്തിനായി പോയിരുന്ന 16 ബോട്ടുകൾ പാതിവഴിക്ക് തിരിച്ചു വന്നു. ബോട്ടുകളിൽ കരുതിയിരിക്കുന്ന മത്സ്യം നശിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സമാന വിഷയത്തെ തുടർന്ന് ആഴ്ചകൾക്ക് മുൻപും ഹാർബർ പ്രവർത്തനം സ്തംഭിച്ചിരുന്നു. ഇതിനെതിരെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ വർഷം 80ഓളം ബോട്ടുണ്ടായിരുന്നു. ഈ വർഷം 50 ഇറക്കിയിട്ടുള്ള കാര്യം ഇത് ലാഭകരമല്ല, നഷ്ടത്തിലേക്കാണ് ഈ പ്രസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത്. 120 മുകളിൽ ബോട്ടുണ്ടായിരുന്ന മേഖലയാണ് കൊച്ചി ഫിഷിംഗ് ഹാർബർ. ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ഉപജീവനം കൊടുക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അതിനെ തകർക്കുകയാണ്. ഞങ്ങൾക്ക് കടലിൽ നിന്ന് ആവശ്യത്തിന് മത്സ്യം കിട്ടിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്, കൈനിറയെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡീസൽ വില വർധന, മറ്റ് ചിലവുകൾ താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഓപ്പറേഷൻ കോസ്റ്റ് കഴിഞ്ഞുള്ള 1% ഞങ്ങൾ തരാമെന്ന് പറയുന്ന. അത് അംഗീകരിക്കാതെ ഇപ്പോഴും ഞങ്ങൾ പിടിച്ചുകൊണ്ടുവന്ന മത്സ്യം രാവിലെ വെളുപ്പിനെ പോയതാ, പിടിച്ചുകൊണ്ടുവന്ന മത്സ്യം വിൽപ്പിക്കത്തില്ല എന്ന് പറയാം. അപ്പോൾ ഇതിവിടെ കിടക്കട്ടെ, ഇവിടെ കിടന്ന് ചീഞ്ഞ് നാറട്ടെ. ഞങ്ങളിവിടെ ഉപേക്ഷിക്കണം. ഇതിവിടെ ഞങ്ങളുടെ മുന്നിൽ വേറെ മാർഗ്ഗമില്ല. ഞങ്ങൾ ആരുമായിട്ടും വഴക്കിനോ ഒന്നിനുമില്ല. ഇതിവിടെ കിടന്ന് മീനൊക്കെ ചീഞ്ഞ് നാറട്ടെ. തുടർന്നുള്ള ചർച്ചകളിൽ ഹാർബർ വ്യവസായ സംരക്ഷണ സമിതിയുടെ മധ്യസ്ഥതയിൽ ബോട്ടുടമകൾ കൂലിക്കായി 3 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. തൊഴിലാളി യൂണിയനുകൾ കഴിഞ്ഞ മാസം 25-നുള്ളിൽ കരാർ ഒപ്പിടാമെന്ന ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും കരാർ ഒപ്പിടാതെ തുടരുന്ന സാഹചര്യത്തിൽ കൂലി നൽകാൻ തയ്യാറല്ലെന്നാണ് ബോട്ടുടമകളുടെ നിലപാട്. ഇവിടെ ഹാർബർ വ്യവസായ സമിതിയുടെ മധ്യസ്ഥതയിൽ ഈ പറഞ്ഞ വ്യവസായ സമിതിയിലെ കുറേ അംഗങ്ങൾ, ബോട്ടുടമകൾ, CITUവിൻ്റെ യൂണിയൻ ഇവിടെ സമ്മതിച്ചതാണ് ബോട്ടുടമകൾ വെച്ച 2 ഓപ്ഷൻ. അതായത് ഒന്നി ഓപ്പറേഷണൽ എക്സ്പെൻസ് കഴിഞ്ഞുള്ള 2%, അതല്ലെങ്കിൽ ക്യാച്ചിങ്ങിൻ്റെ 1%. അപ്പോൾ മധ്യസ്ഥരൊരു ഓപ്ഷനോടെ വെച്ച് ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ ഓഗസ്റ്റ് 25 എഗ്രിമെൻ്റ് ആക്കാം. അതുവരെ എഗ്രിമെൻ്റ് ആക്കുന്നതിന് വരെ കൂലി വേണ്ട എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഓഗസ്റ്റ് 20 18 ഹാർബർ തുറക്കുന്നത്. പിന്നീട് അവർ എഗ്രിമെൻ്റ് വെക്കാതെ ഇതിട്ട് നീട്ടിക്കൊണ്ട് പോയി അവരുടെ തൊഴിലാളികളെ, ഈ നേതാവ് അവരുടെ തൊഴിലാളികളെ വിട്ട് നിരന്തരം ബോട്ടുകൾ മീനുമായിട്ട് വരുമ്പോഴത്തേക്ക് തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ 45 ദിവസമായി പണിയെടുത്തതിന്റെ കൂലി ലഭിക്കാത്തതിനെതിരെ തൊഴിലാളികൾ ശക്തമായി പ്രതികരിച്ചു. ഇനി മുതൽ കൂലി നൽകുന്ന ബോട്ടുകളിൽ മാത്രമേ ജോലി ചെയ്യുകയുള്ളൂവെന്ന് CPLU യൂണിയൻ അറിയിച്ചു. ഹാർബർ 1 ആഴ്ചക്കടുത്ത് അടിച്ചിട്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു, തർക്കം നമുക്ക് ചർച്ച നടത്തി തീരുന്നവരെ ഒരു 5 ദിവസം കൊണ്ട് തീർക്കണം. 5 ദിവസം കൊണ്ട് തീരുന്നവരെ നമ്മൾ കൂലി 2 ദിവസത്തെ കൂലി ആദ്യത്തെ കൊടുക്കാണ്ട് അത് കൊടുക്കുക, ബാക്കിയുള്ള കൂലി ഇല്ലാതെ ഞങ്ങൾ പണിയെടുക്കുക. 5 ദിവസത്തേക്ക് ഹാർബറിൻ്റെ സംരക്ഷണത്തിലുണ്ട്. പക്ഷേ പണിയെടുത്ത് 5 ദിവസം കഴിഞ്ഞ് പിന്നെ ചർച്ച നടക്കുന്നില്ല, തീരുന്നില്ല പ്രശ്നം. ഇപ്പോൾ 40 ദിവസത്തിന് മേലെ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, കൂലി തന്നെ ഞങ്ങൾക്ക്, നിങ്ങൾക്ക് തർക്കം ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിൽ ചർച്ച ചെയ്യാൻ പറ്റും, ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ നിലവിലുള്ള കൂലി തന്നെ അവർ തരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചാൽ ഇന്നു മുതൽ കൂലി നൽകുന്ന ബോട്ടുകൾ നമ്മൾ ഇറക്കിക്കോളും. ഇപ്പോൾ 4 ബോട്ട് കൂലി തന്നു അവർക്ക് ഇറക്കി, 1 ബോട്ട് തന്നിട്ടില്ല, ഇറക്കി. ഇതാണ്
ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ യൂണിയൻ എടുത്ത തീരുമാനം. ഹാർബറിലെത്തിയ ബോട്ടുകളിൽ ചിലത് കൂലി നൽകിയതിനാൽ അതിലുള്ള മീൻ തൊഴിലാളികൾ ഇറക്കി. എന്നാൽ കൂലി നൽകാത്ത മറ്റു ബോട്ടുകളിലെ മീനുകൾ ഇറക്കാൻ തൊഴിലാളികൾ തയ്യാറായില്ല. ഇതോടെ പ്രതിസന്ധി രൂക്ഷമായി. പേഴ്സിൻ ബോട്ടുകൾ വഴിയുള്ള മത്സ്യവിതരണമില്ലാതെ എക്സ്പോർട്ടിംഗ് മേഖലയ്ക്ക് ആവശ്യമായ മത്സ്യവിഭവങ്ങൾ എത്തിക്കാനുള്ള വഴി തടസ്സപ്പെടുകയാണ്. ഇതോടെ ചില ബോട്ടുടമകൾ മേഖല വിട്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് പേഴ്സിൻ തൊഴിലാളികൾക്ക് വലിയ തിരിച്ചടിയാകും. കൂലി വിഷയത്തിൽ നേരത്തെ ധാരണയായിട്ടും വീണ്ടും തർക്കമുയർത്തി തദ്ദേശീയ തൊഴിലാളികളുടെ തൊഴിൽ നിഷേധിച്ച് അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് അവസരമൊരുക്കുന്ന CITയുടെ നിലപാട് തുടർന്നാൽ പേഴ്സിൻ ബോട്ടുകൾ പ്രവർത്തനം നിർത്തി ഹാർബർ അടച്ച് സമരത്തിലേക്ക് നീങ്ങുമെന്ന് കേരള പേഴ്സിൻ മത്സ്യത്തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് ജാക്സൺ പൊള്ളയിൽ, ജനറൽ സെക്രട്ടറി സ്റ്റാൻലി മാർക്കോസ്, PJ മൈക്കിൾ, VR ജോഷി, VP പ്രീജൻ എന്നിവർ പറഞ്ഞു. ഈ നാട്ടിൽ നോക്കുകൂലി നിരോധിച്ചൊരു സംസ്ഥാനമാണിത്. ഇവിടെ ഈ ഞങ്ങൾ പിടിച്ചുകൊണ്ടുവന്ന മത്സ്യത്തിന്റെ 2% ഇവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്ത് വ്യവസ്ഥിതിയുടെ പേരിലാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. കേരളത്തിൽ ഒരു ഹാർബറിലും ഇല്ല. ഇവിടെ തന്നെ 10-13 സെക്ഷൻ CIT തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. അവരെല്ലാവരും കൂലി വ്യവസ്ഥയിലാണ് പണിയെടുക്കുന്നത്. അവർക്കെല്ലാം കൂലി കൊടുക്കുന്നുണ്ട്. കൂടാതെ ഞങ്ങൾ മത്സ്യം കൊടുക്കുന്നുണ്ട് ഞങ്ങളോടൊപ്പം കഷ്ടപ്പെടുന്ന തൊഴിലാളി വിഭാഗത്തിന്. പക്ഷേ ഇതൊരു ജോലിയില്ല അവർക്ക്. അവർ വരുന്ന 2 പേര് ഒരു ബോട്ടിൽ വരും. 2 പേര് ബോട്ടിൽ വന്നിട്ട് ഒരു ബോട്ട് ഫ്ലാറ്റിലേക്ക് അടുക്കുമ്പോൾ ഒരു കയറിട്ട് കെട്ടും. എന്നിട്ട് മാറി നിൽക്കുക. അവർക്കാണ് പിടിച്ചണ്ട് വരുന്ന മീനിൻ്റെ ചിലവ്, ഓപ്പറേഷൻ കോസ്റ്റ് പോലും കുറയ്ക്കാതെ 2% കൊടുക്കണമെന്ന് പറയുന്നത്. ഒരാഴ്ച ഞങ്ങൾ ചിലപ്പോൾ 2-3 ദിവസം ഞങ്ങൾക്ക് പണി ഉണ്ടാകാറുള്ള ഒരു 3 ലക്ഷം രൂപയോ 3 ലക്ഷം രൂപ ഞങ്ങൾക്ക് പണി കിട്ടിയാൽ തൊഴിലാളിക്കും വെറും കൈയായിട്ട് മടങ്ങേണ്ടി വരും, മുതലാളിയും വെറും കൈയായിട്ട് മടങ്ങേണ്ടി വരും. അപ്പോഴും ആ ഒരു ദിവസം, ഒരാഴ്ചയിൽ ഒരു ദിവസം 3 ലക്ഷം രൂപ കിട്ടിയതിൻ്റെ 2% 6,000 രൂപ അവർക്ക് 2 പേർക്കും ഞങ്ങൾ കൊടുക്കണം. അവസ്ഥ ഇത് തന്നെയാണ്. ഈ കടലിൽ നിന്ന് ഡെക്കയിലിട്ട് ഈ വെളുപ്പാങ്കാലത്ത് 2 മണിക്ക് കടലിൽ പോയിട്ട് വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ മീൻ വിൽക്കാതെ വിലപേശലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇവർക്ക് കൂലി നിഷേധിച്ചിട്ടില്ല. ഞങ്ങൾ ഈ പറഞ്ഞ മധ്യസ്ഥർ പറഞ്ഞിരിക്കുന്ന ഈ നിർദ്ദേശത്തിൽ അവർക്ക് തൃപ്തി വരുന്ന ഏത് ഓപ്ഷനാണോ ആ രീതിയിലുള്ള കാശ് എഗ്രിമെൻറ്റ് വെക്കുന്ന ദിവസം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതല്ലാതെ പൊതുസമൂഹത്തിനിടയ്ക്ക് ബോട്ടുടമകൾ 40 ദിവസമായിട്ട് കൂലി കൊടുക്കുന്നില്ല, വേതനം കൊടുക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു വല്ലാത്തൊരു പിക്ചർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഹാർബർ സ്തംഭിപ്പിക്കാനുള്ള ശ്രമം അവരാണ്, CIT യൂണിയനാണ് നടത്തുന്നത്. ഞങ്ങൾ ഒരു കാലത്തും തൊഴിലാളികൾക്ക് ഞങ്ങളാകെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന വീതം, അതായത് പ്രവർത്തന ചെലവ് ഇന്നത്തെ കാലഘട്ടത്തിൽ 1 ലക്ഷം രൂപയുടെ പണി കിട്ടിയാൽ 70,000 രൂപ പ്രവർത്തന ചെലവാണ്. പ്രവർത്തന ചെലവ് കഴിഞ്ഞ് കിട്ടുന്ന 30,000 രൂപയിൽ 15,000 രൂപ മത്സ്യത്തൊഴിലാളിക്കുള്ളതും 15,000 രൂപയാണ് ബോട്ടുടമയ്ക്കും വലഷെയറുകാരനൂടെ ഉള്ളത്. ഈ 15,000 രൂപ കിട്ടുമ്പോൾ 1 ലക്ഷം രൂപയുടെ മത്സ്യം വന്നതിൻ്റെ വീതം 2% കൊടുക്കണമെന്ന് പറയുന്നത് അന്യായമാണ്. ഞങ്ങൾക്ക് കിട്ടുന്ന കാശിൽ നിന്നുള്ള വീതം ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. അത് ഒരു കാലത്തും ഞങ്ങളത് തടഞ്ഞു വെച്ചിട്ടില്ല, തടഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. പ്രശ്നം രമ്യമായി പരിഹരിക്കണം. തൊഴിലാളികൾക്ക് വേണ്ടി CITU നേതാവ് KM റിയാദ്, ഉടമകളെ പ്രതിനിധീകരിച്ച് പേഴ്സൺ ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് CB പുന്നൂസ് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഫുഡിന്റെ കാര്യത്തിൽ സോൾട്ട് ഒരു സ്വർഗം തന്നെയാണ്. 300-ൽ പരം കൊതിയൂറും വിഭവങ്ങൾ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപടി, പനംപിള്ളി നഗർ ആൻഡ് കാക്കനാട്.